നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പപ്പയെക്കുറിച്ചാണ്. പപ്പയ നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇപ്പോൾ റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് പപ്പയുടെ വില ഏകദേശം 35 മുതൽ 50 രൂപയാണ് നെടുമ്പായകുളം കാർഷിക വിപണിയിൽ ഈ ആഴ്ച നടന്നത്. അതൊരു മോഹവിലയിലാണ് പോയത്. കാര്യം ഇത് വിപണി പോകുന്നവർ പ്രത്യേകം ആൾക്കാർ പറഞ്ഞു വിടും, പപ്പയ ഉണ്ടോ അത് വാങ്ങിച്ചുകൊണ്ട് വരണം. കാര്യം ഇത് ഏറ്റവും നല്ല, ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. ഇത് കടകളിൽ നിന്ന് മേടിക്കുമ്പോൾ ഏകദേശം 50 മുകളിൽ 10-70 രൂപ ഒരു കിലോയുടെ പുറത്ത് തന്നെ വാങ്ങിക്കണമെങ്കിൽ, ഫ്രൂട്ട്സ് കടയിൽ നിന്നൊക്കെ. ഈ വീഡിയോയിൽ കാണുന്ന ഒരു നാടൻ പപ്പയ പഴമാണ്. അത് വലിയ പരിചരണമില്ലാത്ത പപ്പയ്ക്ക് ഇങ്ങനെ കൃഷി ചെയ്താൽ നല്ല രീതിയിൽ വിളവ് കിട്ടുകയും ചെയ്യും. ഒരു പപ്പയ ഏകദേശം 1 കിലോ മുകളിൽ പോവുകയും ചെയ്യും. ഞാനെങ്ങനെ പപ്പയ കൃഷി ചെയ്തതെന്ന് പറയാം. കുഴിയെടുത്തതിന് ശേഷം ഏകദേശം 2 അടി താഴ്ചയിൽ കുഴിയെടുത്തതിന് ശേഷം കുമ്മായിട്ടതിന് ശേഷം 15 ദിവസം ശേഷം കാലിവളം ഇട്ടിട്ട് മൂടിയിട്ട് അതിൻ്റെ മുകളിൽ ഈ വിത്ത് നട്ടിട്ട് അല്ലെങ്കിൽ തൈ നടും. ഇടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ മണ്ണിനെ ട്രീറ്റ് ചെയ്യാനാണ്. മണ്ണിൻ്റെ പുളിരസം മാറ്റിയെടുക്കാനാണ് ഈ കുമ്മായം സാധാരണ മിക്ക കർഷകരും ഉപയോഗിക്കുന്നത്. മണ്ണിന് പുളിരസം 7 മുകളിൽ വേണം യഥാർത്ഥത്തിൽ, എന്നെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഈ ചെടികളായാലും മറ്റ് ഇങ്ങനെ പപ്പയ നട്ടാലും ശരിയായ രീതിയിൽ വളർച്ചയും അതിന് ശരിയായ രീതിയിൽ കാൽസ്യം മറ്റും കിട്ടത്തുള്ളൂ. ശരിയായ വളർച്ചയിൽ വരുന്ന പപ്പയ അതിന് മൂട്ടിൽ നിന്ന് മണ്ണിളക്കിയതിന് ശേഷം വേപ്പിൻ പിണ്ണാക്കും, കഞ്ഞിവെള്ളം, അടുക്കള വേസ്റ്റ്, അതായത് അടുക്കളയിൽ കിട്ടുന്ന സകല വേസ്റ്റുകളും, പഴുത്തുലിയായാലും ഉള്ളിത്തോലായാലും വെളുത്തുള്ളിത്തോലായാലും ഇതിനോടിട്ട് ചുവട്ടിൽ നിന്നും മാറ്റിയിട്ട് കൊടുത്താൽ നല്ല രീതിയിൽ മണ്ണടിപ്പിച്ചാൽ നല്ല രീതിയിൽ ഫലം കിട്ടും നമുക്ക്. മണ്ണടിപ്പിക്കുന്നതിന് മുമ്പ് ചുറ്റുപാടുമുള്ള സകല കളകളും ഇതിൻ്റെ മൂട്ടിലോട്ട് വാരിയിട്ട് മണ്ണടിപ്പിച്ചാൽ നല്ല രീതിയിൽ അതിന് നൈട്രജൻ കിട്ടുകയും ചെയ്യും. നല്ല രീതിയിൽ വളരുവാനുള്ള പോഷകമൂല്യങ്ങളും ആ കപ്പയ്ക്ക് കിട്ടുകയും ചെയ്യും. സാധാരണ മഴ സീസണിൽ നട്ടാൽ പിന്നെ വെള്ളം നനയ്ക്കേണ്ട ആവശ്യമില്ല. നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം ഇത് നടുവാൻ. വെള്ള സൗകര്യം ഉണ്ടെങ്കിൽ ഏത് കാലാവസ്ഥയിലും ഇത് നടാവുന്നതാണ്. മഴ സീസണിലോ ഉണക്ക സീസണിലോ പപ്പയ ഇട്ട് നട്ടാൽ വെള്ളം കോരി വയ്ക്കാനാണെങ്കിൽ ഏത് സീസണിലും നട്ട് പിടിപ്പിക്കാം. ഏറെ ആരോഗ്യ ഗുണമുള്ള പപ്പയ പഴുത്താൽ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. പിന്നെ അടുക്കളയിലേക്ക് തോരൻ വെക്കാനോ മറ്റ് കറികളുണ്ടാക്കാനോ ഏറ്റവും നല്ലതാണ്. ബംഗാളികളിങ്ങനെ പപ്പയ കണ്ട് തന്നെ ഇഷ്ടം പോലെ പറിച്ചുകൊണ്ട് പോയി. അവരെ കറി വെക്കാനാലും മറ്റ് വറുത്തരച്ച കറി വെക്കാനും ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗിക്കുകയും ചെയ്യും. ഇതിൽ പ്ലേറ്റ്ലെറ്റും മറ്റ് യൂറിക് ആസിഡ് കൂടുമ്പോൾ പച്ചപ്പപ്പായ തോരൻ വെച്ചാലും ചൂടുവെള്ളത്തിലിട്ടും കുടിക്കാറുണ്ട് ആ വെള്ളം. ക്ഷമയോടെ ഈ വീഡിയോ കണ്ടതിൽ വളരെ നന്ദി.